പരിശുദ്ധമായ റമദാനിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുക. 27-ാം രാവ് കഴിഞ്ഞപ്പോൾ മുതൽ പള്ളികളും കാലിയായി തുടങ്ങിയിരിക്കുന്നു. തറാവീഹുകളുടെ സഫുകൾ ചുരുക്കപ്പെട്ടിരിക്കുന്നു. ജമാഅത്തുകളിൽ നിത്യമായിരുന്നവർ നഗലം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ റമദാനിൻ്റെ അവസാനത്തിൽ ദിവസങ്ങൾ പിന്നെയും ശേഷിക്കുമ്പോൾ നമ്മുടെ ഈമാനികമായ ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. നമസ്കാരങ്ങളിലെ ഭയഭക്തികളും ഖുർആനുമായുള്ള ബന്ധങ്ങളും 27-ാം രാവോടുകൂടി നമ്മളിൽ നിന്നും ചോർന്നു പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ റമദാൻ നമ്മോട് ആവശ്യപ്പെട്ടത് ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിൽ നന്മയിലായി നിങ്ങൾ ഒത്തുകൂടണമെന്ന, ആ ഖുർആനുമായുള്ള ബന്ധം സ്ഥിരപ്പെടുത്തണമെന്ന, നമസ്കാരങ്ങളിൽ സഫുകളിൽ തോളോട് തോളു ചേരണമെന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധമായ റമദാൻ വിട പറയുമ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനി വരുന്നതായ 29-നും കൂടി നമ്മളുടെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളികളിൽ സജീവമാകേണ്ടതുണ്ട്. നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലുമെല്ലാം നാം സജീവത കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.